നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് സെപ്റ്റംബർ 8 തിങ്കൾ 2025. വാർത്തകളിലേക്ക്. തൃശൂർ നഗരത്തിൽ ഇന്ന് പുലികളിറങ്ങുന്നു. പുലികളി മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിൽ പ്രാദേശിക അവധി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തൃശൂർ പുലികളി സംഘങ്ങൾക്ക് ഓണസമ്മാനവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചരിത്രത്തിലാദ്യമായാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം തൃശൂർ പുലികളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ DPPH സ്കീമിന്റെ ഭാഗമായി അനുവദിക്കുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു. ഇത് സാധ്യമാക്കുന്നതിൽ എല്ലാവിധ സഹായവും നൽകിയ കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന് അദ്ദേഹം നന്ദിയും പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കാനിരുന്ന തൃശൂരിലെ നാളത്തെ പരിപാടി റദ്ദാക്കി. ദില്ലിയിൽ അടിയന്തരമായി മീറ്റിംഗിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് സുരേഷ് ഗോപി പരിപാടികൾ റദ്ദാക്കിയത്. ഇതിനാൽ പുലിക്കളി കാണാനും ഓണാഘോഷത്തിൽ പങ്കെടുക്കാനും സുരേഷ് ഗോപിക്ക് കഴിയില്ല. പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഇന്ന്. വള്ളംകളി പ്രമാണിച്ച് ചെങ്ങന്നൂർ, മാവേലിക്കര താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. തലസ്ഥാനത്ത് ഓണം സമാപന ഘോഷയാത്ര നാളെ വൈകിട്ട് വെള്ളയമ്പലം തുടങ്ങി കിഴക്കേക്കോട്ടയിൽ സമാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഘോഷയാത്രയിൽ 1000-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികൾ ഉണ്ടാകും. 6 ഫ്ലോട്ടുകൾ ഉണ്ടാകും. ചൊവ്വാഴ്ച വൈകിട്ട് ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയിൽ പങ്കുചേരും. ഓണം വാരാഘോഷ സമാപന ഘോഷയാത്ര അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി ആയിരിക്കും. ശ്രീനാരായണ ഗുരുവിനെ കേവലം മതസന്യാസിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നത് ഏറെ ജാഗ്രതയോടെ കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യജാതിയുടെ സവിശേഷ ഗുണം മനുഷ്യത്വം ആണെന്നും ഗുരു അടിവരയിടുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സമൂഹത്തിൽ വർഗീയത വളർത്തി മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന വേളയാണെന്നും മനുഷ്യത്വത്തെക്കാൾ വലുതാണ് ജാതി എന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നതെന്നും ജാതിയും മതവും പാർട്ടിയ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തൂത്തെറിഞ്ഞ കേരളത്തിലും ഇത്തരം ആശയങ്ങൾ വേരുപിടിക്കുകയാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഗുരുദേവൻ പോരാടിയത് വിദ്വേഷത്തിന്റെ ക്യാമ്പിനെതിരെയാണെന്നും ഇന്നും വിദ്വേഷത്തിന്റെ ക്യാമ്പിന് നടക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ജാതിയും മതവുമല്ല മനുഷ്യരാണ് പ്രധാനമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ശ്രീനാരായണ ദർശനത്തിന് പോറൽ പോലും ഏൽക്കാൻ അനുവദിക്കാതെ പൊതുപ്രവർത്തനത്തിൽ താനുമുണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. UDF നയിക്കുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അതുകൊണ്ടാണ് UDF ആശയഐക്യം ഉണ്ടാകാത്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രി ആകാനുള്ള റിഹേഴ്സലാണ് സതീശൻ നടത്തുന്നത്. എന്നാൽ സതീശന്റെ സംസാരം ശരിയല്ലെന്നും മുഖ്യമന്ത്രി ആകാനുള്ള യോഗ്യത നിശ്ചയിക്കേണ്ട ജനങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് MLA നിലയിലാണ് വി ഡി സതീശനെ SNDP പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നും അതിൽ മഞ്ഞുരുകലിന്റെ പ്രശ്നമില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിനായി പോകുന്ന സമയത്ത് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദന വാർത്ത മാധ്യമങ്ങളിൽ വന്നിരുന്നില്ലെന്നും അങ്ങനെ വാർത്തകൾ വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സതീശൻ മുഖ്യമന്ത്രിയുടെ വിരുന്നിന് പോകില്ലായിരുന്നുവെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. അതേസമയം സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണെന്നും മുതിർന്ന നേതാക്കൾക്ക് തന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം അത്ഭുതമായി മാറുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ളവരെ ഭക്തരെ പങ്കെടുപ്പിച്ച് പരിപാടി അത്ഭുതമാണെന്നും ശബരിമല വികസനത്തിലേക്ക് പോകുന്നുവെന്നും പിന്നിൽ നിന്ന് കുത്തുന്നത് പിന്തിരിഞ്ഞ് നിൽക്കുന്നതും അപഹാസ്യമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അന്തസ്സുള്ള രാഷ്ട്രീയ വിമർശനമല്ല VT ബൽറാം ഇതുവരെ ഉപയോഗിച്ചതെന്ന് MP രാജേഷ് ആരോപിച്ചു. AKG, എഴുത്തുകാരി KR മീര, ബെന്യാമിൻ, മുഖ്യമന്ത്രി, RS ജനറൽ സെക്രട്ടറി തുടങ്ങിയ സ്വന്തം പാർട്ടി പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളിയും VM സുധീരനെയും വരെ VT ബൽറാം സാമൂഹ്യ മാധ്യമങ്ങൾ അധിക്ഷേപിച്ചത് MP രാജേഷ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ആശയവും വാളയാർ കുട്ടികളുടെ കൊലയാളികളെ രക്ഷിച്ചവൻ എന്നായിരുന്നുവെന്നും MP രാജേഷ് കുറിച്ചു. ജനമൈത്രി പോലീസിനെ പിണറായി വിജയൻ കൊലമൈത്രി പോലീസാക്കിയെന്ന് AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിന് വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ ചൊവ്വനിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങൾ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും കാരണമുണ്ടെങ്കിൽ ക്രിമിനലായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും പോലീസിനെ നരനായാട്ടിന്റെ കാരണക്കാരനാക്കിയ കാരണഭൂതനായിരിക്കും പിണറായി വിജയനെ ചരിത്രം രേഖപ്പെടുത്തിയതെന്നും ഇത്രയും ഏറെ മൃഗീയ സംഭവം പുറത്തു വന്നിട്ടും ഒരക്ഷരം പ്രതികരിക്കാത്ത അഭൂങ്കരം പീഡനങ്ങൾ തുടരുകയെന്ന് മൗനാലോചന നൽകുകയാണെന്നും മുഖ്യമന്ത്രിയെന്നും വേണുഗോപാൽ പ്രതികരിച്ചു. ആഭ്യന്തര വകുപ്പിന് വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൽ അരാജകത്വം അഴിഞ്ഞാടുമ്പോൾ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനിയായിരിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. പ്രതിയോഗികളെല്ലാം ഭീകരമർദ്ദനം കൂടി അടിച്ചൊതുക്കി ഇല്ലാതാക്കിയെന്ന കമ്മ്യൂണിസ്റ്റ് ഉന്മാന സിദ്ധാന്തമാണ് പിണറായി സർക്കാർ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചെറിയാൻ ഫിലിപ്പ്. കഴിഞ്ഞ 4 വർഷമായി ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമാണ് പോലീസിന്റെയും CPM ഗുണ്ടകളുടെയും കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയായി ജീവച്ഛവങ്ങളായെന്നും അദ്ദേഹം പറഞ്ഞു.
സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിധിയിലുള്ള കുന്നംകുളം പീച്ചി സ്റ്റേഷനിലുണ്ടായ കസ്റ്റഡി മർദ്ദനങ്ങൾ കമ്മീഷണർ അങ്കിത് അശോകന്റെ കാലഘട്ടമാണ് നടന്നതെന്നും ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ട് അന്ന് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകൻ നടപടി എടുക്കാതിരുന്നുവെന്നും കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ ചോദിച്ചു. വയനാട് പുൽപ്പള്ളി കേസിൽ താൻ നിരപരാധിയെന്ന് പോലീസിനോട് നിരവധി തവണ പറഞ്ഞിരുന്നതായി തങ്കച്ചൻ വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്ത സംഭവത്തിൽ 17 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം തങ്കച്ചൻ മോചിതനായി. തങ്കച്ചൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞതോടെ മദ്യം വാങ്ങിയ പ്രസാദ് എന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വയനാട് പുൽപ്പള്ളി കേസ് പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം നിരപരാധി കണ്ടെത്തിയെ തുടർന്ന് വിട്ടയച്ച തങ്കച്ചനെ പിന്തുണച്ച് പുൽപ്പള്ളി CPM കള്ളക്കേസിന് പിന്നിലുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് CPM ആവശ്യപ്പെട്ടു. നിരപരാധിയായ തങ്കച്ചൻ ജയിലിൽ കിടന്നതിലെ പോലീസ് വീഴ്ചയും അന്വേഷിക്കണമെന്നും പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പീച്ചി കസ്റ്റഡി മർദ്ദനം നടന്ന സംഭവത്തിൽ പണം വാങ്ങിയിട്ടില്ലെന്നും ഹോട്ടൽ ജീവനക്കെതിരെ പരാതി നൽകിയ വാണ്ടാഴി സ്വദേശി ദിനേശ് ഹോട്ടലിൽ വെച്ച് ക്രൂരമർദ്ദനം ഏറ്റിരുന്നുവെന്നും അതിന്റെ ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കൽ ഉണ്ടെന്നുമാണ് ദിനേശ് പറയുന്നത്. അതുകൊണ്ടാണ് SIയും ഔസപ്പിനെയും ജീവനക്കാരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതെന്നാണ് ദിനേശിന്റെ വാദം. പീച്ചി സ്റ്റേഷനിലെ മർദ്ദനത്തിന്റെ അന്വേഷണത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സംഭവം നടന്നു മറ്റൊരു ജില്ലയിലാണെന്നും അന്വേഷണത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്നും കൊച്ചി കമ്മീഷണർ പറഞ്ഞു. പീച്ചി സ്റ്റേഷൻ മർദ്ദനത്തിൽ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ രതീഷ് നിലവിൽ കടവന്ത്ര സ്റ്റേഷനിലാണ്. ഹോട്ടൽ ജീവനക്കാരെ മർദ്ദന സംഭവത്തിൽ പ്രതിഷേധിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ഡാജറ്റ് പറഞ്ഞു. ഇടിവീരന്മാരെ പിണറായി സംരക്ഷിക്കുകയാണെന്നും കടകൾ പറിക്കാൻ പിണറായി തയ്യാറായാൽ കോൺഗ്രസ് കട പറിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോട്ടലിൽ ഭക്ഷണം മോശമെന്ന് പറഞ്ഞവരെ മർദ്ദിച്ചെന്ന പരാതി ഒത്തുതീർക്കാൻ പീച്ചി പോലീസ് പണം ആവശ്യപ്പെട്ടുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് ഹോട്ടൽ ഉടമ KP ഔസപ്പിന്റെ ആക്ഷേപം. 2012 നടന്ന കസ്റ്റഡി മർദ്ദനം വിവരിച്ച് മുൻ SFI നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. SFI പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് നേരിട്ട മർദ്ദനത്തെക്കുറിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആലപ്പുഴ DYSPയും കോന്നി മുൻ CMമായ മധു ബാബുവിനെതിരെയാണ് ജയകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മർദ്ദനത്തിനെതിരായ ലീഗ് നേതാവിന്റെ പരാതിയിൽ ഇതുവരെയും നടപടിയില്ല. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് മാമുക്കോയ്ക്കാണ് 2 വർഷം മുമ്പ് മർദ്ദനമേറ്റത്. കുറ്റിക്കാട്ടൂർ യത്തിങ്ങാനയിൽ ഭൂമി സംബന്ധിച്ച പ്രശ്നത്തിനിടെയാണ് സംഭവമുണ്ടായി. ഇത് പരിഹരിക്കാനെത്തിയ പോലീസ് മാമുക്കോയെ കസ്റ്റഡിയിലെടുത്ത് 1 മണിക്കൂർ സ്റ്റേഷൻ നിർത്തിയ ശേഷം വിട്ടയച്ചെന്ന്. ഇവിടെ വെച്ച് പോലീസ് മർദ്ദിച്ചുവെന്നും എന്നാൽ പരാതിപ്പെട്ട് ഇതുവരെയും നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുപോകുന്നതിനാൽ ജാഗ്രത വേണമെന്ന് 2014 പോലീസ് ആസ്ഥാനത്ത് നിന്ന് നൽകിയ കത്ത് പുറത്ത്. 1 വർഷം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ DGP അയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. 2024 സെപ്റ്റംബർ പോലീസ് ആസ്ഥാനത്തെ ADGP A. ശ്രീജിത്താണ് ജില്ലാ പോലീസ് മേധാവികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കത്ത് അയച്ചത്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടതോടെ ആശങ്കയിലായി തട്ടിപ്പിനായ വീട്ടമ്മമാർ. പ്രത്യേക അന്വേഷണ സംഘം ഇക്കാലം അത്രയും ഒരു നടപടികളും കാര്യക്ഷമമായി സ്വീകരിച്ചിട്ടില്ലെന്നാണ് തട്ടിപ്പിന് ഇരയായവർ പറയുന്നത്. യുവതിക്ക് മെസ്സേജ് അയച്ച കേസിൽ പോലീസുകാരന് സസ്പെൻഷൻ. അടൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിലിനാണ് സസ്പെൻഷൻ. യുവതിയുടെ മൊഴിയിൽ തിരുവല്ല പോലീസാണ് കേസെടുത്തതോടെ പോലീസുകാരന് സസ്പെൻഡ് ചെയ്ത് നടപടിയെടുക്കുകയായിരുന്നു. തിരുവോണ ദിവസം പാലക്കാട് കൊല്ലങ്കോട് ബെവ്കോ മദ്യശാലയിൽ നടന്ന മോഷണ കേസിൽ മുഖ്യപ്രതി കസ്റ്റഡിയിൽ. മോഷണം ആസൂത്രണം ചെയ്ത കൊല്ലങ്കോട് സ്വദേശി ശിവദാസിനെയാണ് പോലീസ് പിടികൂടി. ഇയാളെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് KPMSന്റെയും പിന്തുണ. ശബരിമല വികസനം മാത്രമാണ് സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് KPMS ജനറൽ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിച്ചു. യുവതി പ്രവേശനത്തിൽ ഇപ്പോൾ വിവാദം വേണ്ടെന്നും സുപ്രീംകോടതി തീരുമാനിക്കട്ടെ എന്നും KPMS ജനറൽ സെക്രട്ടറി പുനല ശ്രീകുമാർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. കേരളത്തിൽ വീണ്ടും ശക്തമായ മഴ എത്തുന്നു. കേന്ദ്ര കാലാവസ്ഥയുടെ മുന്നറിയിപ്പ്. ഇന്നു മുതൽ ഇടിമിന്നലോടെ മഴ തിരിച്ചെത്തുമെന്നാണ് പ്രവചനം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.